ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ജുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദ റിയൽ മഞ്ജുമൽ ബോയ്സ്. And I invite all of them to stage. Mutteda, Subhash Chetan, Tanvi, Suri Chetan, all of you, Abhi Chetan, please all of you come. റിയൽ ആയിട്ടുള്ള മഞ്ജുമൽ ബോയ്സിനെ ഇത് കാണാൻ പോണേ. ഇതാണ് എല്ലാവർക്കും നമസ്കാരം. ഇത് റോണിഷ്. ഈ ഒരു വലിയ സിനിമയ്ക്ക് ഒരു കാരണക്കാരനായ സാഹചര്യത്തിൽ സന്തോഷം. അതുകൊണ്ട് ഇതില് ശരിക്കും പറഞ്ഞാല് മഞ്ജുമൽ ബോയ്സിന്റെ നെടുന്തൂൺ എന്ന് പറയുന്ന ഒരാള് ആറ് നാട്ടിലാണ് പ്രൊഡ്യൂസറെ കേൾക്കുന്ന ഷോണാണ് മഞ്ജുമൽ ബോയ്സിന്റെ കഥ ചെയ്തെടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ കാര്യമുണ്ട്. ഷോണും ഞാൻ കുറെ വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ മഞ്ജുമൽ ബോയ്സിന്റെ ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മഞ്ജുമൽ ബോയ്സിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്ന ഷോണാണ്. 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും കാസ്റ്റിനെ ചെയ്യാൻ നോക്കാൻ ടഫായിരുന്നു. അതായത് പോയിന്റിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നു. തുടക്കത്തിൽ ടഫാണ്. ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങോട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ തുടങ്ങി വെച്ചാൽ എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഓർഡറില്ല. കാരണം ഇതിന്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറിയാണ്. അതിൽ ഇതിന്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ വിഷയത്തോളം അതിന്റെ സെറ്റിംഗ് ആണെങ്കിൽ പോലും അതിന്റെ ഓരോ കാര്യങ്ങൾ. അപ്പൊ എന്തൊന്നൊരു യെസ് പറഞ്ഞാലില്ല എല്ലാം മുന്നോട്ട് പോകും. അപ്പൊ അതിന്റെ യെസ് എത്രയാണെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള ശരിയാണ്. കാരണം ഈ പറയുന്ന ഈ സംഭവം ചെയ്തു അതിന് മുമ്പ് ഇവർ വെച്ചിട്ട് ഓരോരുത്തർ വെച്ചിട്ട് ഓരോരുത്തർ നമ്മൾ ഇരുമ്പ് കഥയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളെയും പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിരിക്കും. കാരണം ഇതിൽ വീണിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്ത് എല്ലാവർക്കും ഭയങ്കര അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കാൻ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതെങ്ങനെ ഒരു ഫിലിം ആക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലും പിന്നെ അതിന്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറവോട്ടൊരു പടത്തിൽ ടാപ്പിന് ശേഷം എന്തെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ചങ്കുറ്റം എന്ന് പോലും ഇപ്പൊ തുറന്നു പറയാൻ പറ്റും. സോഷ്യൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ചങ്കുറ്റം ഇതിന്റെ കഥ തന്നെയാണ്. അത് തന്നെയല്ല കാരണം അത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുന്ന വളരെ സന്തോഷം. നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിച്ചു. കാരണം ഇവര് അനുഭവിച്ചതിന്റെ ഒരു 98-97% ആള് കിട്ടിയിട്ടുണ്ട്. അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ നിമിഷം വരെ ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡില് ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷൻ, അപ്പുറത്തെ സൈഡിൽ ഇതിനൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. ശരിക്കും എനിക്കിപ്പോഴും അതാണ് ചലഞ്ച്. അത് ചെയ്ത് സംസാരിക്കുന്നത് കുറച്ചും കൂടി. കാരണം നമ്മൾ ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതികാരം ഇപ്പൊ ഇവര് പോലും ഫിലിം കാണാൻ വെച്ചാൽ ഇതില് ഫിലിം ഇറങ്ങാൻ മുമ്പാണെങ്കിൽ പോലും ഞങ്ങള് ഓരോരോ ക്യാരക്ടേഴ്സും കാരണം ഞാനാണെങ്കിലും ഭാഷാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീൻസിൽ കാട്ടി മുമ്പ് ഇവര് പേഴ്സണലി വിളിച്ച് സംസാരിക്കാം എന്താണ് ആ സമയത്ത് സംഭവിച്ചത്. അപ്പൊ ഇത് പറയുന്ന കാര്യത്തിലില്ലേ ഒന്നും അറിയില്ല മച്ചാനെ എന്തോ ഒരു ഇതാണോ അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ചിതുവിന്റെ വലിയ കാര്യമാണ്. ചിതുവിന്റെ പറയുന്നത്
അല്ല, ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 പേരുണ്ടെങ്കിൽ 11 പേരുടെ പെർസ്പെക്റ്റീവ്, അവര് കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, അതായത് പല കഥകൾ എക്സാക്ട്ലി. അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂവിലാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. 11 പേര് ഈ പോലീസുകാരെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് 11 പേര് ഇൻഡിവിജ്വലി, 11 പേരുടെയും വേറിട്ട പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്. അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റ് ആണ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരുടെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവരെ ഇവർ ആക്ടേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്. അതിനെ കൊമേഴ്ഷ്യൽ ആയിട്ട് ചിന്തിക്കാൻ നേരത്തെ കൊമേഴ്ഷ്യൽ ആക്കുക. അപ്പൊ അതാണ് ചോദ്യത്തിന്റെ മെയിൻ ചോദ്യം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പൊ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പൊ പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ അത് മറച്ചുപിടിക്കരുത്. അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും. പിന്നെ സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ യൂസ് ചെയ്യാണ്ട് അതൊരു ശ്രമകരമായ നോക്കി തന്നെയായിരുന്നു. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ 11 പേരും എൻ്റയർലി ഡിഫറെന്റ്, ഇതിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം പറയും. അപ്പൊ അത് 2 ദിവസം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞത്. കാരണം പകുതിയാണ്. പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോയത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്ത സംഭവമാണ്. അപ്പോൾ റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആകുമ്പോൾ ഒരു സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിനൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ട്? അത് ഞാൻ പറയില്ല. കാരണം അത് പറഞ്ഞാ പോയില്ലേ. അല്ല, അതിന് വേണ്ടിയിട്ട് റിയൽ ഇൻസിഡന്റ് കളയോ അങ്ങനെ ചെയ്തു ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല. ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസിന്റെ പറയുണ്ടായി, അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് പ്ലാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്തായിരുന്നു ബാസിയുടെ. അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ഇനി ആ പ്രൊഡ്യൂസർ ഇതൊരു പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ ക്ലാസ്സിനവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തോണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും. ക്ലാസ് ആ സമയത്ത് ചെയ്തോണ്ടെങ്കിൽ പറയും വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനത്തെ ഇത് ക്ലാസ് പറഞ്ഞൊരു ഒരു വലിയ സുള്ള ആൻസർ ഇല്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനെ കുറച്ച് കൂട്ടാൻ പറ്റും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങള് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ 1 കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യമുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കിട്ടുമ്പോഴാണ് ക്ലാസ്സിൽ കിട്ടും. അപ്പോഴും നമ്മൾ ശരിയാകുമ്പോൾ നമ്മൾ കൂട്ടാനുണ്ട്. അപ്പോഴാണ് പോലെ മറ്റേ ഇതാണ് ഒരു ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ കാരണം നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് പരസ്പരം കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും ഇതിലാണെങ്കിൽ പോലും നമ്മളിവിടെ റോയിപ്പ് വന്നു വെച്ചാൽ ഇവര് വർക്കിംഗ് സ്ഥലത്തിന് ഒരു മല പോലെയാണ് കാസ്റ്റിങ്ങിന്റെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഈ മരത്തിന്റെ ഓരോ ചില്ലുകൾ പോലെയുള്ള ഓരോ ഫേസുകൾ മാറണം. അപ്പൊ അത് ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പൊ ഇവനെ വിളിക്കും ഇപ്പൊ മറ്റാളായോ അപ്പൊ എന്തായി അയാൾ കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം. പക്ഷെ ഡേറ്റില്ല. അങ്ങനെ പോയി ഏറ്റവും കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയാണ്.
അതിനെ പറ്റി തോന്നിയില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവനത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. റിയൽ മഞ്ജുമൽ ബോയ്സിനോട് നിങ്ങളുടെ റിയൽ ലൈഫ് അതേപോലെ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ അനുഭവിച്ചൊരു സംഭവം എന്തെങ്കിലും കാരണത്തിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. എന്തായാലും കാണിക്കേണ്ട രീതിയിൽ നല്ലോണം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. സിദ്ധുവാണെങ്കിലും ഒരു എത്ര പ്രാവശ്യമുള്ള എന്നുള്ള ഒരുപാട് പ്രാവശ്യം ഞങ്ങളത് കഥ ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോൾ പുതിയ എന്തെങ്കിലും പറയാനുണ്ടാവും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണില്ല ഞങ്ങൾ അന്നത്തെ കഥ. അത് ഒരിക്കലും പറഞ്ഞാലും തീർക്കില്ല. അത് അനുഭവിച്ചതാണ്, പറഞ്ഞു തീർക്കാവുന്നതല്ല. സൗഹൃദ ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫിലിം റിലീസായി നല്ല റെസ്പോൺസിബിൾ ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സും നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാളെ മുതൽ പിയോക്കിന്റെ തിയേറ്റേഴ്സിൽ എല്ലാം വിലക്കുകൾ മലയാള സിനിമ വിലക്കുക. അപ്പം ഇനിയുള്ള മഞ്ജുമൽ ബോയ്സിന്റെ ദിവസം എങ്ങനെയാണ് കളക്ഷനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടോ? ഇപ്പൊ എല്ലാ പടങ്ങളും നല്ല നല്ല ഭംഗിയായിട്ട് പോയി കൊടുക്കുന്നു. ഇപ്പൊ എന്തോ ഒരു വ്യത്യാസം ഈ പറയുന്ന സമയങ്ങളിലുണ്ട്. എല്ലാ പടത്തിനും നല്ല റിവ്യൂ, നല്ല എല്ലാ പടങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ പടങ്ങൾ കാണുന്നു. മലയാള സിനിമ ഇറക്കണില്ലാന്നല്ല പറയുന്നത്. ഇറങ്ങിക്കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോകാൻ കുഴപ്പമുണ്ടോ?